ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കണിമംഗലത്തേക്ക് തിരിച്ചെത്തിയ വരുണിനെയും പ്രിയങ്കയെയും സ്വീകരിക്കാനായി വരുണിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കി. വീട്ടിലുള്ള എല്ലാവരും വരുണിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് അവിടെ എല്ലാ അലങ്കാരങ്ങളും റെഡിയാക്കി വരുണിനെ സ്വീകരിക്കാൻ തയ്യാറായി നിന്നു. വരുണും പ്രിയങ്കയും അകത്തേക്ക് കയറി വന്നതോടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് വരുണിനെ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പാടി എല്ലാവരും വരുണിനെ വലിയൊരു സ്വീകരണം ഒരുക്കുമ്പോൾ വരുണും പ്രിയങ്കയും കൂടി സന്തോഷത്തോടെ അതിനരികിലേക്ക് എത്തി. അപ്പോഴേക്കും എല്ലാവരും ചേർന്ന് പറഞ്ഞു, മോനെ, ഇന്നത്തെ നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞങ്ങൾ ഇതല്ലാതെ വേറൊരു വഴിയും കണ്ടില്ല. എന്തായാലും ഇന്നത്തെ ദിവസം മോൻ എത്രത്തോളം നല്ലതാക്കി തീർക്കാൻ കഴിയുമോ അതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടെയുള്ള മോനുള്ള സമ്മാനങ്ങൾ മോൻ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞതും മുത്തശ്ശി ആദ്യം തന്നെ വരുണിന് സമ്മാനമായി ഒരു മോതിരം ഇട്ടുകൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് അച്ഛനും അമ്മയും എല്ലാം ഓരോരോ ഗിഫ്റ്റ് വരുണിന് നൽകി. അതിനുശേഷം പ്രിയങ്ക ഉടനെ തന്നെ ഗിഫ്റ്റ് എടുക്കാനായി വേഗം റൂമിലേക്ക് പോയി. ഞാൻ ദാ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പ്രിയങ്ക അകത്തേക്ക് പോയതും എല്ലാവരും വരുണിനുള്ള ഗിഫ്റ്റ് ഓരോരുത്തരായി സമ്മാനിച്ചു. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് നൽകി സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴാണ് പ്രിയങ്ക അവിടേക്ക് വരുണിനുള്ള ഗിഫ്റ്റുമായി എത്തിയത്. ഈ സമയത്ത് ബിജു അരികിലേക്ക് എത്തി വരുണിനോട് പറഞ്ഞു, നിനക്ക് കിട്ടിയ സമ്മാനങ്ങളിൽ ഏതെങ്കിലും നിനക്ക് വേണ്ടാതെ ഉണ്ടെങ്കിൽ അത് നീ എനിക്ക് തരണം. അല്ലാതെ ഈ ഉള്ളവന് പ്രത്യേകിച്ച് വരുമാന മാർഗമോ ജോലിയോ ഒന്നുമില്ല നിനക്ക് സമ്മാനം തരാൻ എന്ന് പറഞ്ഞു വരുൺ ബിജുവിനെ ചേർത്ത് പിടിച്ച് ആ സ്നേഹം സന്തോഷവും അറിയിച്ചു. അപ്പോഴാണ് പ്രിയങ്ക വരുണിനുള്ള ഗിഫ്റ്റുമായി എത്തിയത്. അത് വരുണിന് നേരെ നീട്ടുന്നത് കണ്ട് മുത്തശ്ശി ചോദിച്ചു, ആഹാ, ഇതിനിടയിൽ എപ്പോഴാ മോൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം മേടിക്കാൻ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു സർപ്രൈസ് ഒരുക്കി വെക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാനും നേരത്തെ തന്നെ വരുണിനൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടതും പരമേശ്വരൻ പറഞ്ഞു, എന്തായാലും കൊള്ളാം, മോൻ്റെ ബർത്ത്ഡേ ഇത്രയേറെ സന്തോഷകരമാക്കാൻ കഴിഞ്ഞതിൽ. പിന്നെ എന്തായാലും ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം മോൻ്റെ മുഖത്ത് നല്ലൊരു പ്രസാദം കാണുന്നുണ്ട്. അതെന്തായാലും സന്തോഷമായി. മോന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു, അതെ അച്ഛാ, ഞാൻ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞാൻ ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത്, ഞാൻ ആരോടാണ് സംസാരിക്കാൻ ആഗ്രഹിച്ചത്, അതെല്ലാം എനിക്ക് സാധിച്ചു. ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നു. അതുകൊണ്ട് ആ സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. അത് കേട്ടതും മുത്തശ്ശി ചോദിച്ചു, എന്നാൽ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ, മോൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞതും ഉടനെ വരുൺ പറഞ്ഞു, ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ തന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ ഇന്ന് ഈ സെലിബ്രേഷന് വരിക എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ പ്രിയങ്ക കൊടുത്ത ആ ഗിഫ്റ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് വേഗം റൂമിലേക്ക് പോയി. ഈ സമയത്ത് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ വരുൺ കേക്ക് കട്ട് ചെയ്യാനായി അവിടേക്ക് വരുന്നത് കാത്തങ്ങനെ നിൽക്കുമ്പോൾ വരുൺ ഇട്ടുകൊണ്ട് വരുന്നത് പ്രിയങ്ക കൊടുത്ത ഗിഫ്റ്റ് തന്നെയായിരിക്കും എന്ന് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. കൽപ്പന പറഞ്ഞു, എന്തായാലും നമുക്ക് നോക്കാം ഇത്തവണ ആര് കൊടുത്ത ഗിഫ്റ്റാ വരുൺ ഇടുന്നതെന്ന്. എല്ലാ തവണയും വരുൺ നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ തകർത്താണല്ലോ വരാറുള്ളത്. ഇത്തവണ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞതും വരുൺ വേഗം തനിക്ക് നൽകിയ ഷർട്ടും മുണ്ടും എടുത്തുകൊണ്ട് വരുൺ വേഗം പുറത്തേക്ക് എത്തി. അങ്ങനെ വരുൺ വന്ന് ഇറങ്ങി വരുന്നത് കണ്ടതോടെ പ്രിയങ്കയ്ക്കാകെ നിരാശയായി. പ്രിയങ്ക പെട്ടെന്ന് ആലോചിച്ചു, ഇതല്ലല്ലോ ഞാൻ കൊടുത്തത്, പിന്നെ എന്താ വരുൺ ഇതിട്ടത് എന്ന് ആലോചിച്ച് പ്രിയങ്ക ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോൾ എല്ലാവരും അതിശയത്തോടെ വരുണിനെ തന്നെ നോക്കി. പ്രിയങ്ക കൊടുത്ത ഗിഫ്റ്റാണ് അത് ഇട്ടിരിക്കുന്നതെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും സന്തോഷിച്ചങ്ങനെ നിൽക്കുമ്പോൾ പ്രിയങ്ക വരുണിന്റെ ആ ഡ്രസ്സിലേക്ക് തന്നെ നോക്കി. അപ്പോഴേക്കും പെട്ടെന്ന് അവിടെ നിന്ന് സൂര്യ പറഞ്ഞു, മോനെ വരുണെ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ കളർ, എന്തായാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട് എന്നറിയിച്ചിടും. താങ്ക് യു ഏട്ടാ എന്ന് വരുൺ അറിയിച്ചു. വരുൺ വേഗം പ്രിയങ്കയുടെ അരികിൽ വന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതും പ്രിയങ്ക ചോദിച്ചു, ഇതല്ലല്ലോ ഞാൻ തന്നത് എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു, എനിക്ക് പ്രിയപ്പെട്ടവൾ എൻ്റെ പ്രിയപ്പെട്ടവൾ എനിക്ക് തന്നത് ഈ ഡ്രസ്സാ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് വരുൺ പ്രിയങ്കയോട് തനിക്കിതാ ഇഷ്ടപ്പെട്ടതെന്ന് അറിയിച്ചു. ആകെ നിരാശയോടെ പ്രിയങ്ക അങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, എന്നാ മോനെ നീ കേക്ക് കട്ട് ചെയ്യ് എന്നറിയിച്ചു. ഉടൻ തന്നെ വരുൺ കേക്ക് കട്ട് ചെയ്യാൻ തയ്യാറായി. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ കേക്ക് പീസ് വരുൺ അത് പ്രിയങ്കയ്ക്ക് നൽകാനായിട്ട് പ്രിയങ്കയ്ക്ക് ആ കേക്ക് പീസ് കൊടുക്കാൻ പത്മിനി അറിയിച്ചു. അപ്പോഴേക്കും വരുൺ ആ കേക്ക് പീസ് എടുത്ത് പ്രിയങ്കയ്ക്ക് കൊടുക്കാനായി പ്രിയങ്കയുടെ വായ്ക്കരികിലേക്ക് ആ കേക്ക് പീസുമായി വരുൺ ചെല്ലുന്നു. പ്രിയങ്ക വാ പൊളിച്ച് അത് തിന്നാൻ തയ്യാറായി നിൽക്കുമ്പോൾ വരുൺ വേഗം ആ കേക്ക് പ്രിയങ്കയുടെ നേരെ നീട്ടിയിട്ട് അത് കൊടുക്കാതെ പതുക്കെ അത് തൻ്റെ കയ്യിൽ തന്നെ പിടിച്ചു വെച്ചു. എല്ലാവരും ആ അതിശയത്തോടെ നോക്കുമ്പോൾ എന്താ കാര്യം എന്നറിയാതെ അങ്ങനെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് വരുൺ വേഗം
അവിടെ പൂജാമുറിക്ക് മുന്നിലായിരിക്കുന്ന ആ രാധാകൃഷ്ണ വിഗ്രഹം കണ്ടത്. അതിനരികിലേക്ക് ചെന്ന് വരുൺ പറഞ്ഞു, ഞാൻ ഈ കേക്ക് ആദ്യം കൊടുക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട എന്നോട് ചേർന്നിരിക്കുന്ന രാധാകൃഷ്ണ സങ്കല്പം പോലെ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഈ ശില്പത്തിന് തന്നെയാണ്. എന്നോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവൾക്കാണ് ഞാൻ ഈ കേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ആൾക്കാണ് ഇത് ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞ് വരുൺ ആ കേക്ക് അതുകൊണ്ട് ഞാനിത് ഇവിടെ വെക്കുന്നു എന്നറിയിച്ചു. ഇത് കണ്ടതോടെ ചന്ദ്രശേഖർ ചോദിച്ചു, ആഹാ കൊള്ളാലോ, വരുൺ ഇപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ ഒരു പൂർണ്ണ ഭക്തനായി മാറിയിരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, അതെ ഞാൻ ഭക്തനാണ്, പ്രണയത്തിന്റെ ഭക്തൻ എന്ന് പറഞ്ഞ് വരുൺ വേഗം തന്നെ കേക്ക് കട്ട് ചെയ്യാനായി വേഗം വരുൺ തിരിച്ച് ആ കേക്കിനരികിലേക്ക് എത്തി. എന്നിട്ട് പ്രിയങ്കയോട് പറഞ്ഞു, അതെ ഇവിടെ എല്ലാവരും വിചാരിച്ചത് നീ തന്ന ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നതെന്നാണ്. എന്തായാലും അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവൾ സമ്മാനിച്ചതാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് വരുൺ അടുത്ത കേക്ക് പീസ് കട്ട് ചെയ്തിട്ട് അത് തൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിക്ക് വരുൺ നൽകുന്നു. അതിനുശേഷം അത് മുത്തശ്ശിക്ക് തൻ്റെ ഏട്ടനുമെല്ലാം കൊടുത്ത് വരുൺ ആദ്യം അത് ഏട്ടന് കൊടുത്തു. അതിനുശേഷം മുത്തശ്ശിക്ക് നൽകുന്നു. പിന്നീട് അച്ഛനമ്മമാർക്ക് നൽകി. എന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും കേക്കുകൾ സമ്മാനിച്ചു. അവരുടെ കയ്യിൽ നിന്നും മധുരം വാങ്ങിച്ചു. പിന്നീടാണ് വരുൺ അവസാനം പ്രിയങ്കയ്ക്ക് ആ കേക്ക് പീസ് നൽകുന്നത്. അത് കണ്ട ഉടൻ തന്നെ മുത്തശ്ശി പറഞ്ഞു, ഇനി മോള് വരുണ് കൊടുക്കുക എന്നറിയിച്ചതും പ്രിയങ്ക അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് വരുണിന് കൊടുക്കുന്നു. വരുൺ അത് കഴിച്ചുകൊണ്ടിരുന്നതിന് ശേഷം പ്രിയങ്കയോട് പതുക്കെ പറഞ്ഞു, പകരക്കാരിയാ തരുന്നെങ്കിലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവളാ തന്നതായിട്ടാണ് ഞാൻ കരുതുന്നത് എന്ന് വരുൺ പ്രിയങ്കയെ നോക്കി പറയുമ്പോൾ വരുണിന്റെ ആ മറുപടി കേട്ട് പ്രിയങ്ക വിഷമത്തോടെ വരുണിനെ നോക്കി. അതിനുശേഷം പ്രിയങ്ക വേഗം കിച്ചണിലേക്ക് എത്തി. അപ്പോഴേക്കും സദ്യക്കുള്ള ചുറ്റുവട്ടം ഒരുക്കാനായി എല്ലാവരും തയ്യാറെടുത്ത് കിച്ചണിലേക്ക് എത്തിയതോടെ ആദ്യം ചെറിയമ്മയായ ഉർവശിയോട് കറിക്ക് അരിയാനായിട്ട് കറിക്കൽ പച്ചക്കറികളൊക്കെ ഒരുക്കി കൊടുക്കാൻ മുത്തശ്ശി പറഞ്ഞു. അപ്പോഴേക്കും പത്മിനിയോട് ഉർവശി പറഞ്ഞു, അയ്യോ ചേച്ചി എനിക്ക് വയ്യ, എൻ്റെ കൈക്ക് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ വല്ലാത്ത ഒരു തരിതരിപ്പ് എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിച്ചു, ഒരു ചെറിയൊരു തലവേദനയാണെങ്കിൽ പോലും അത് വലിയ കാര്യമായി നടക്കാറുള്ള നീ ഇപ്പോൾ എന്തുകൊണ്ടായി തരിതരിപ്പിനെ കുറിച്ച് പറയാതിരുന്നെന്ന് ചോദിച്ചതും ഉർവശി പറഞ്ഞു, ഇന്നൊരു നല്ല ദിവസമല്ലേ, വരുണിന്റെ ബർത്ത്ഡേ, അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി, അതാണ് ഞാൻ പറയാതിരുന്നത് എന്ന് ഉർവശി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് നിന്ന് മുത്തശ്ശി പറഞ്ഞു, ഓ അത് ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് മൂത്ത മരുമകളും ഇളയ മരുമകളും കൂടി ചേർന്ന് നടത്തട്ടെ അല്ലെ ഇന്നത്തെ പാചകം അമ്മേ എന്ന് പത്മിനി ചോദിച്ചത് കേട്ട് കൽപ്പന പറഞ്ഞു, ഞാനില്ല, എന്തായാലും ഇതൊരു മത്സരമായിട്ട് കരുതുന്ന പോലെയാണല്ലോ കാര്യങ്ങൾ, അപ്പൊ പിന്നെ ഇക്കാര്യത്തിൽ ഞാൻ നിൽക്കുന്നില്ല, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഇങ്ങനെ ഒരു മത്സരത്തിൽ ഞാൻ ഒരിക്കലും ജയിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അങ്ങനെ ഉറപ്പുള്ള കാര്യത്തിന് ഞാൻ പിന്നെ എന്തിന് ചാടി പുറപ്പെടണം, അതുകൊണ്ട് ഞാനില്ല ഇതിന് എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു, എന്തായാലും ഇവരുടെ എല്ലാവരുടെ ഉദ്ദേശം പ്രിയങ്ക മോളെ ഒന്ന് ശരിക്കും ഒന്ന് മത്സരത്തിന് അല്ലെങ്കിൽ ശരിക്കും പ്രിയങ്ക മോളെ ഒന്ന് അവർക്ക് പരീക്ഷിക്കണം, എല്ലാ കാര്യങ്ങളും മോൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന്, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്, അതാണ് ഇവരുടെ ഉദ്ദേശം, അതിനുവേണ്ടിയാ ഇവരിങ്ങനെയെല്ലാം ചെയ്തത്. ഇന്നലെ ഇവർ തന്നെയല്ലേ ഇങ്ങനെ ഒരു സദ്യ ഒരുക്കുന്നതിനെ കുറിച്ചുള്ള സജഷൻ വെച്ചിട്ട് എല്ലാവരും ചേർന്ന് സഹായിക്കാമെന്നും പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ അവസാനം ഇവർ കാലുമാറുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ പ്രിയങ്ക പറഞ്ഞു, ശരി ഒരു കുഴപ്പവുമില്ല, ഞാൻ തനിച്ച് തന്നെ പാചകം ചെയ്തോളാം. അത് കേട്ടതും എന്താന്നുള്ള രീതിയിൽ ഉർവശിയും കൽപ്പനയും കൂടി നോക്കുമ്പോ പെട്ടെന്ന് പ്രിയങ്ക പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ ഒരു മത്സരം എന്ന രീതിയിലാണല്ലോ ഇക്കാര്യം കണക്കാക്കിയിരിക്കുന്നത്, ആ നിലയ്ക്ക് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമാണ്, ഞാനിവിടെ പാചകം തന്നെ ചെയ്തോളാം, പക്ഷേ ഈ കിച്ചണിലേക്ക് ആരും തന്നെ വരാൻ പാടില്ല, അതും മുത്തശ്ശിയാണെങ്കിലും അമ്മയാണെങ്കിൽ പോലും ആരും ഇവിടേക്ക് വരരുത് എന്നെ സഹായിക്കാനായിട്ട്, ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഇറങ്ങിക്കഴിയുമ്പോൾ ഈ വാതിൽ പൂട്ടും. അത് കേട്ടതും ഉടനെ പത്മിനി ചോദിച്ചു, അതൊക്കെ വേണോ മോളെ, മോള് തനിച്ച് അത് ചെയ്യണ്ട, ഇത്രയും ആളുകൾക്ക് മോള് തനിച്ച് ഉണ്ടാക്കണ്ടേ, ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞതും ഉടനെ മുത്തശ്ശി പറഞ്ഞു, സാരമില്ല പത്മിനി, മോൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ മോള് പറയുന്നത്, അതുകൊണ്ട് അക്കാര്യത്തിൽ ആരും ടെൻഷൻ ആവണ്ട, മോള് തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോ ഉടനെ പത്മിനിയോട് മുത്തശ്ശി പറഞ്ഞത് കേട്ട് പ്രിയങ്ക പറഞ്ഞു, കണ്ടില്ലേ അമ്മേ, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല, പക്ഷെ മുത്തശ്ശിക്ക് മനസ്സിലായി, അതുകൊണ്ട് ആരും ടെൻഷൻ ആവണ്ട. അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, മോൾക്ക് അത് ചെയ്യാൻ കഴിയും, എനിക്ക് ഉറപ്പുണ്ട്, എന്നാ ഞങ്ങൾ പോട്ടെ മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും പത്നിയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഉർവശിക്കും കൽപ്പനയ്ക്കും ആകെ സംശയമായി. നീ എന്ത് ചെയ്യാൻ പോവാ എന്ന് ചോദിച്ചപ്പോ കൽപ്പനയോടും ഉർവശിയോടും പ്രിയങ്ക പറഞ്ഞു, അതെ നിങ്ങള് അങ്ങനെ കളിയാക്കാനൊന്നും നോക്കണ്ട, എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് ഞാൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞത് കേട്ട് ഉർവശിയും കൽപ്പനയും പറഞ്ഞു, അതെ ആത്മവിശ്വാസം കൊള്ളാം, പക്ഷേ ഓവർ കോൺഫിഡൻസ് അത് അവസാനം
ഇങ്ങനെ ഒരു വാശി അത് തോൽവിയിലേ കലാശിക്കൂ എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ, അത് ഏട്ടത്തിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയായിരിക്കാം, ഏട്ടത്തിയുടെ ശീലവും ഏട്ടത്തിയുടെ അനുഭവം അങ്ങനെയായിരിക്കും. പക്ഷെ എന്തായാലും ഞാൻ അങ്ങനെയാകില്ല എന്ന് പറഞ്ഞ് പ്രിയങ്ക അവരെ പുറത്താക്കി വാതിലടച്ചു. പുറത്തിറങ്ങിയതോടെ ഉർവശി ചോദിച്ചു, അല്ല അവളെന്താ അങ്ങനെ ചെയ്യുന്നത്, അവൾ എന്ത് കാരണത്താലാണ് നമ്മളെ പുറത്താക്കിയത് എന്ന് ചോദിച്ച് സംശയത്തോടെ ഇരിക്കുമ്പോൾ കൽപ്പന പറഞ്ഞു, എന്തായാലും നമുക്ക് നോക്കാൻ ചെറിയമ്മേ, അവൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാവല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പ്രിയങ്കയുടെ കോള് വരുന്നതും പ്രതീക്ഷിച്ച് പുറത്ത് കിച്ചണിൽ അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു രാധിക. അപ്പോഴേക്കും പ്രിയങ്ക വേഗം തന്നെ എല്ലാവരും പുറത്തെ ഇറക്കി വിട്ടതിന്റെ ഉറപ്പിൽ ഉടനെ തന്നെ പ്രിയങ്ക തന്റെ ഫോൺ എടുത്ത് വേഗം മൊബൈലിലേക്ക് തന്റെ ഫോൺ എടുത്തുകൊണ്ട് വേഗം പ്രിയങ്ക രാധികയുടെ ഫോണിലേക്ക് വിളിച്ചു. കോൾ എടുത്ത ഉടൻ തന്നെ രാധികയുടെ കോള് കണ്ടതോടെ പ്രിയങ്ക ചോദിച്ചു, ചേച്ചി ഇനി എന്താ ചെയ്യേണ്ടത്, എല്ലാവരെയും ഞാൻ പുറത്താക്കി വാതിലടച്ചിരിക്കുകയാണ്, ഇനി ചേച്ചി വേഗം കാര്യങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു, മോളെ ഞാൻ പറഞ്ഞു തന്നാൽ നിനക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാ പച്ചക്കറിയും എടുത്തു വെച്ചിട്ടുണ്ട്, അതല്ല ഞാൻ നിന്നെ കാണിക്കാം, ഞാൻ ചെയ്യുന്നത് പോലെ നീ ചെയ്താൽ മതി, നീ ഓരോ കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞതും ആ ശരി, അവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഭാഗ്യത്തിന് മുത്തശ്ശിയും കൊണ്ട് അമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കുക, എന്തായാലും തിരിച്ചു വരാൻ കുറച്ച് വൈകും, അതുകൊണ്ട് അപ്പോഴേക്കും നമുക്ക് വേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞു. ശരി ഞാൻ റെഡി, സമയം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും സമയം കാണും, എന്നാൽ ശരി വേഗം നയിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ ആദ്യം നമുക്ക് അവിയൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അവിയലിന് വേണ്ട പച്ചക്കറികളൊക്കെ കാണിച്ചു കൊടുക്കുകയും അതെങ്ങനെയാണ് അരിയേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായി രാധിക പ്രിയങ്കയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. രാധിക കാണിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ പ്രിയങ്ക പച്ചക്കറികൾ അരിയുകയും വേണ്ട കാര്യങ്ങളെല്ലാം അതേപോലെ ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ പ്രിയങ്കയെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാനുള്ള സംശയത്തോടെ പ്രിയങ്കയ്ക്ക് അങ്ങനെ സദ്യ തനിച്ചൊരുക്കാൻ കഴിയുമോ എന്ന സംശയം മനസ്സിലുള്ളത് കൊണ്ട് ഇതിന് പിന്നിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി എന്താണെന്ന് കണ്ടെത്താനായിട്ട് വേഗം തന്നെ കിച്ചണിന്റെ ആ വാതിലിനരികിലേക്ക് രാധിക കൽപ്പന വന്നു നിൽക്കുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ സത്യമെന്നറിയാൻ സംശയത്തോടെ അടുക്കളയുടെ വാതിൽക്കൽ നിൽക്കുന്ന കൽപ്പനയുടെ കാതുകൾ ആ വാതിലിനോട് ചേർന്ന് ഇനി അകത്ത് ആരോടെങ്കിലും അവൾ സംസാരിക്കുന്നുണ്ടോ, മറ്റാരെങ്കിലും അവളെ സഹായിക്കാൻ എത്തിയിട്ടുണ്ടോ എന്ന സംശയത്തോടെ കൽപ്പന ആ വാതിലിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ്.